Good morning, students. Another university question another. Evaluate I integral 0 to 1 e raised to x dx by trapezoidal rule, Simpson 1/3 rule, correct to 3 decimal places by taking h is equal to 0.1. Also check the result by actual integration. So, this function integral 0 to 1 e raised to x dx we evaluate integrate evaluate rule trapezoidal rule Simpson 1/3 rule. Correct to 3 decimal places. H dependent 0.1. Use integration without using integration, numerical values function value evaluate. Table values x in the values. X in the start in the value 0 on. At the h is equal to 0.1 and the value 0.1. At the 0.2. At the 0.3. 0.4, 0.5, 0.6, 0.7, 0.8, 0.9. So, x in the value is the gap of the 0.1, h is equal to 0.1. Focus on h is equal to 0.1. In corresponding y, y is the e raised to x. Y is equal to f of x. Y is y the value. Now, our value sum x is equal to 0 വരുമ്പോൾ e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അടുത്ത വാല്യൂ 0.1 വരുമ്പോൾ 1.105, 1.221, 1.349 നിങ്ങൾ അത് കണ്ടുപിടിച്ച് എഴുതണം. 1.492, 1.649, 1.822, 2.014, 2.226, 2.459, 2.718. X in 0 വരുമ്പോൾ e raised to 0 value 1. X in 1 വരുമ്പോൾ e raised to x in 0.1 വരുമ്പോൾ e raised to 0.1 value 1.105. 0.2 വരുമ്പോൾ 1.221. 0.3 വരുമ്പോൾ 1.349. 0.4 വരുമ്പോൾ 1.492. 0.5 വരുമ്പോൾ 1.649. 0.6 1.8822, then 0.7 2.014, 0.8 2.226, 0.9 2.459, 1 2.718. അപ്പോൾ വാല്യൂസ് എല്ലാം നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് എഴുതി വെക്കണം. അപ്പോൾ എക്സിന്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് മനസ്സിലായി h 0.1 ആയതുകൊണ്ട് 0.1, 0.2, 0.6 എഴുതാം. ഇനി എക്സിന് 0 കൊടുക്കുമ്പോൾ e raised to 0 1 എഴുതുന്നു. എക്സിന് നമ്മൾ 0.1 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് വാല്യൂസ് 1.105, 0.2 വരുമ്പോൾ ഈ വാല്യൂസ് അങ്ങനെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാം. ഇതില് ഈ ഫസ്റ്റ് വാല്യൂസ് ഇതിന് നമ്മൾ എക്സ് നോട്ട് എന്നാണ് പറയുന്നത്. ഇത് എക്സ് നോട്ട് ആണ്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് y നോട്ട്. അപ്പൊ ഇത് y1, ഇത് y2, ഇത് y3, ഇത് y4, ഇത് y5, ഇത് y6, ഇത് y7, ഇത് y8, y9, y10. ആദ്യം നമ്മൾ ട്രപ്പിസോയ്ഡൽ റൂൾ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് വി അപ്ലൈ ദി ട്രപ്പിസോയ്ഡൽ റൂൾ. ട്രപ്പിസോയ്ഡൽ റൂൾ ഉപയോഗിച്ച് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഓർത്തിരിക്കുക. h/2 into y0 plus y10. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. y0 plus y10 plus 2 into y1 plus y2 plus y3 plus y4 plus y5 plus y6 plus y7 plus y8 plus y9. അപ്പോൾ ട്രപ്പിസോയ്ഡൽ റൂൾ ഉപയോഗിച്ച് പ്രോബ്ലം കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം y0 plus y10 plus 2 into remaining terms y1 plus y2 plus y3 plus etc up to y9. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് വാല്യൂസ് എഴുതിയാൽ മതി. എഴുതിയിട്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് h എന്നുള്ളത് 0.1/2 ആണ്. y0 ന്റെ സ്ഥാനത്ത് കൊടുക്കണം. y0 1 ആണ്. y10 എത്രയാണ്? y10 എന്ന് പറഞ്ഞാൽ 2.718 plus 2 into ഈ y1 ന്റെ വാല്യൂ 1.105, y2 ന്റെ വാല്യൂ 1.221, y3 1.349, y4 1.492, y5 1.649, y6 1.822, then y6 value എഴുതി നമ്മൾ 2.014, 2.459, 2.226,
നമുക്ക് y6 എന്ന് പറഞ്ഞാൽ 1.822, y7 2.14, then y8 എന്ന് പറഞ്ഞാൽ 2.226, then 2.459. വാല്യൂസ് എല്ലാം എഴുതും. അപ്പൊ എല്ലാ വാല്യൂസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്ററിൽ ഈ വാല്യൂസ് എല്ലാം കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0.1 കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് h/2 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ 0.1/2 1 plus 2.718 plus 2 into 1.105, 1.221, 1.349, 1.492, 1.492, 1.649, 1.822, 2.014, 2.226, then 2.459. ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, കാൽക്കുലേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.7196. അപ്പൊ ട്രപ്പിസോയിഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഫംഗ്ഷനെ ഇവാലുവേറ്റ് ചെയ്തു. ആ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1.796. ഇവിടെ നമ്മൾ ട്രപ്പിസോയിഡ് റൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. ഫോർമുല വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. h/2 ഇൻറ്റു y0 പ്ലസ് y10, y0 ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം പ്ലസ് 2 ഇൻറ്റു റിമൈനിങ് ടൈംസ്. റിമൈനിങ് ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? y1 മുതൽ y1 വരെ. ഇതെല്ലാ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് വർക്ക് എഴുതാം. എന്നിട്ട് അത് നമ്മൾ കാൽക്കുലേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ട്രപ്പിസോയിഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ആൻസർ കിട്ടാം 1.796 ആണ്. കറക്റ്റ് 3 ഡെസിമൽ പ്ലേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 1.79 എന്ന് എഴുതിയാൽ മതി കേട്ടോ. 79 നമുക്ക് ഒരു അങ്ങോട്ട് എടുക്കാം. അപ്പൊ അതിന്റെ ആൻസർ 1.7196. ഇത് നമുക്ക് രണ്ടാമത്തെ റൂൾ ഉപയോഗിക്കണം. സിംപ്സൺ 1/3 റൂൾ ഉപയോഗിക്കാം. സിംപ്സൺ 1/3. സിംപ്സൺ 1/3 റൂൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്പർ ഓഫ് ഇന്റർവൽസ് ഷുഡ് ബി ഈവൻ. നമ്പർ ഓഫ് ഇന്റർവൽസ് ഈവൻ ആയിരിക്കണം. ഇവിടെ നമ്പർ ഓഫ് ഇന്റർവൽസ് എടുത്തില്ലെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ നമ്പർ ഓഫ് ഇന്റർവൽസ് 10 ആണ്. നമ്പർ ഓഫ് ഇന്റർവൽസ് ഈവൻ ആയതുകൊണ്ട് വി ക്യാൻ അപ്ലൈ ദി സിംപ്സൺ റൂൾ. അപ്പൊ സിംപ്സൺ റൂൾ ഉപയോഗിച്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ I is equal to നമ്മുടെ ഫോർമുല h/2 ന്റെ സ്ഥാനത്ത് h/3 എന്നാണ്. h/2 ന്റെ സ്ഥാനത്ത് h/3 ആണ്. y0 അവിടെ y0 plus y10, y0 plus y10 plus 2 into y2 plus y4 plus y6 plus y8. ഇവിടെ എന്താണ് ചെയ്തത്? ഈവൻ ടേംസ് എല്ലാം കൂടി ആഡ് ചെയ്തു. y2 plus y4 plus y6 plus y8 plus ഇനി 4 into പിന്നെ നമ്മൾ ചെയ്തതാണ് ഓഡ് ടേംസ്. ഓഡ് ടേംസ് അതൊക്കെയാണ് y1 plus y3 plus y5 plus y7 plus y1 plus y3 plus y5 plus y7 plus y9. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിംപ്സൺ 1/3 റൂളിൽ ഫോർമുല എഴുതുന്നത്. ഫോർമുല എന്താണ്? h/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം y0 പ്ലസ് y10 പ്ലസ് 2 ഇൻറ്റു y2 പ്ലസ് y4 പ്ലസ് y6 പ്ലസ് y8. ഈവൻ ടൈംസ് എല്ലാം കൂടി കൂട്ടിയിട്ട് അതിന് 2 കൊണ്ട് കുടിക്കുക. പിന്നെ ഓഡ് ടൈംസ് എല്ലാം കൂടി കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് കുടിക്കുക. അപ്പൊ 4 ഇൻറ്റു y1 പ്ലസ് y3 പ്ലസ് y5 പ്ലസ് y7 പ്ലസ് y9. ഇനി നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1/3 ആണ്. Then y0 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? y0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1. y10 എന്ന് പറഞ്ഞാൽ 2.718 പ്ലസ് 2 ഇൻറ്റു y2 എത്രയായിരുന്നു? 1.221 പ്ലസ് y4 1.492 y6 1.822 y8 2.226 പ്ലസ് 4 ഇൻറ്റു y1 എത്രയായിരുന്നു? 1.105 y3 1.349 y5 1.649 y7 2.014 y9 2.459. അപ്പൊ നമ്മൾ ആ ഫോർമുലയിൽ ഈ വാല്യൂസ് എല്ലാം കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് y0 സ്ഥാനത്ത് കിട്ടി 1 കിട്ടി. 1 plus 2.718 plus 2 into 1.221, then 1.492, 1.822, 2.226. ഇതെല്ലാം ഈവൻ ടേംസ് ആണ്. ഓഡ് ടേംസ് എന്താണ്?
1.105, 1.349, 1.649, 2.014, 2.459. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ വിൽ ബി 1.7181 ആണ്. 1.7181. അപ്പോ സിംസൺ 1/3 റൂൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്? 1.7181. ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്നത് ആൾസോ ചെക്ക് ദ റിസൾട്ട് ബൈ ആക്ച്വൽ ഇന്റഗ്രേഷൻ. ആക്ച്വൽ ഇന്റഗ്രേഷനിലൂടെ നമുക്ക് ചെയ്താൽ എത്രയും കിട്ടണം എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത കേസ്, മൂന്നാമത്തെ കേസ്, ആക്ച്വൽ ഇന്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആക്ച്വൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ I is equal to integral 0 to 1 e raised to x dx. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. e raised to x, lower limit 0, upper limit 1. അപ്പോൾ e raised to 1 minus e raised to 0, therefore e minus 1. e minus 1 വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1.7183. ഇതാണ് ആക്ച്വൽ ഇന്റഗ്രേഷനിൽ നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ ആദ്യം ട്രെപ്സോയ്ഡ് റൂൾ ഉപയോഗിച്ച് വർക്ക്ഔട്ട് ചെയ്തു, രണ്ടാമത് സിംപ്സൺ റൂൾ ഉപയോഗിച്ച് വർക്ക്ഔട്ട് ചെയ്തു, മൂന്നാമത് ആക്ച്വൽ ഇന്റഗ്രേഷനിലൂടെ വർക്ക്ഔട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചു. ഇങ്ങനെയാണ്. അപ്പൊ ഈ പ്രോബ്ലത്തില് ആ ട്രെപ്സോയ്ഡ് റൂളിന്റെ ഫോർമുലയും സിംപ്സൺ 1/3 റൂളിന്റെ ഫോർമുലയും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന ഡാറ്റാസ് ഇവിടെ h=0.1 ആയതുകൊണ്ട് 0 to 1 നമ്മൾ 0, 0.1, 0.2, 0.3 up to 1 വരെ എഴുതുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y0, y1, y2, y3 കണ്ടുപിടിക്കുക. ആ y0, y1 കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്താൽ മതി? ഇവിടെ x-ന് 0 കൊടുക്കുമ്പോൾ y0 കിട്ടും, x-ന് 1 കൊടുക്കുമ്പോൾ y1 കിട്ടും, x-ന് 2 കൊടുക്കുമ്പോൾ x-ന് 0.1 കൊടുക്കുമ്പോൾ നമുക്ക് y1 കിട്ടും, x-ന് 0.2 കൊടുക്കുമ്പോൾ y2 കിട്ടും, x-ന് 0.3 കൊടുക്കുമ്പോൾ y3 കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ വാല്യൂസും y0 മുതൽ y10 വരെയുള്ള വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെ y0 മുതൽ y10 വരെയുള്ള വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫോർമുല എഴുതിയ ഫോർമുലയിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ ട്രെപ്സോയ്ഡ് റൂളിന്റെ ഫോർമുലയും സിംപ്സൺ റൂളിന്റെ ഫോർമുല ഓർത്തിരിക്കുക. സിംപ്സൺ റൂൾ അപ്ലൈ ചെയ്യുന്നത് ഈവൻ നമ്പർ ഓഫ് ഇന്റർവൽസിലാണ് സിംപ്സൺ റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 10 ഇന്റർവൽസ് ഉണ്ട്. നമ്പർ ഓഫ് ഇന്റർവൽസ് വിൽ ബി 10. Therefore we can apply the Sympson 1/3 rule. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത് കേട്ടോ.